Hello friends, Air India Engineering Service Limitedന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വേക്കൻസി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലാണ് ഇതിന്റെ വേക്കൻസി വരുന്നത്. അപ്പൊ ആ കേരളത്തിലുള്ള ഇവകളിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പൊ നമുക്ക് ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയറിൽ വരുന്നത് നമുക്ക് ഇന്റർവ്യൂ മാത്രമായിരിക്കും. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എക്സാമിനേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ആരൊക്കെ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഡിപ്ലോമയാണ് ഇതിന്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിക്കുന്നത്. ഇനി ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള നിങ്ങൾക്ക് ഗ്രാജുവേഷൻ B.Tech കഴിഞ്ഞവരാണെങ്കിൽ, അതായത് B.Tech കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന വേക്കൻസി ഏതാണെന്ന് വെച്ചാൽ എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം എന്താണ് എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡ് എന്ന് വെറുതെ ഒന്ന് രണ്ട് വാക്കിൽ ഞാൻ പറയാം. അതായത് നമ്മുടെ എയർ ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് എയർ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു സബ്സിഡിയറി യൂണിറ്റ് ആണ് ഈ പറയുന്ന എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് ഇവിടെ കാണാം എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡ്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, റിലീസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം 16/2/2023. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് എന്താണ് AIESL, അതായത് ഈ പറയുന്ന എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡിനെ കുറിച്ച് എന്താണ് ബ്രീഫ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. ഇനി ഇവിടെ നമുക്ക് വിളിച്ചിരിക്കുന്ന കാണാം ഇന്ത്യൻ നാഷണൽസ് ആയിരിക്കുന്ന, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. February 1 നമുക്ക് എന്തായിരിക്കണം, 2023 February 1 നമ്മൾ എലിജിബിൾ ആയിരിക്കണം. അപ്പൊ അതിന്റെ കട്ട് ഓഫ് ഡേറ്റ് അല്ലെങ്കിൽ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് February 1 ആണ്. അപ്പൊ ആ ഒരു ഡേറ്റിലേക്ക് നമ്മൾ എന്താണ് നമ്മുടെ ക്വാളിഫിക്കേഷനും നമ്മുടെ ഏജ് ഒക്കെ കണക്കായിരിക്കണം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് കാണാം എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. കരാർ അടിസ്ഥാനത്തിലാണ് വിളിച്ചിരിക്കുന്നത്. ഇത് കേട്ട് നിങ്ങൾ വീഡിയോ ഇട്ട് ഓടണ്ട. കാരണം കരാർ അടിസ്ഥാനത്തിലാണെങ്കിൽ കൂടിയും ആദ്യത്തെ നിയമനം കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഈ 5 വർഷം നമ്മുടെ പെർഫോമൻസും കമ്പനിയുടെ റിക്വയർമെന്റിനൊക്കെ അനുസരിച്ച് വീണ്ടും പ്ലസ് 5 വർഷം അത് എക്സ്റ്റെൻഡ് ചെയ്തിരും. അങ്ങനെ അത് റിന്യൂ ചെയ്ത് തരുന്ന ഒരു പോസ്റ്റ് ആണെന്നാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വീഡിയോ ഞാൻ പറയുന്നു, ഇത് നിങ്ങൾക്ക് ഒരിക്കലും, അതായത് ഇത്തരത്തിലുള്ള നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് നിങ്ങൾ എലിജിബിൾ അല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. കാരണം മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ അനിയന്മാർക്കും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അതായത് ഇപ്പൊ ഈ പറയുന്ന എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ ഒക്കെ ആവാൻ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് എന്നൊക്കെ ഒരു വ്യക്തത നമുക്ക് വീഡിയോ കണ്ട് തീരുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, നമ്മുടെ ചാനൽ ഒന്ന് നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഇതിൽ വേക്കൻസി വിളിച്ചിരിക്കുന്ന ആകെ മൊത്തം വേക്കൻസി നമുക്ക് 90 വേക്കൻസിയാണ്. അപ്പൊ ഈ 90 വേക്കൻസി നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എയർക്രാഫ്റ്റ് ടെക്നീഷ്യനിൽ തന്നെ 2 ബ്രാഞ്ച് ആയിട്ട് അല്ലെങ്കിൽ 2 കാറ്റഗറി ആയിട്ട് B1 B2 വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് B1 എന്ന് പറയുന്നത് മെക്കാനിക്കും B2 എന്ന് പറയുന്നത് ഏവിയോണിക്സും ആണ്. അപ്പം മെക്കാനിക്കൽ ഈ പറയുന്ന എഞ്ചിൻ അങ്ങനെയൊക്കെയുള്ള മേഖലകളാണ് വരുന്നത്. ദെൻ B2 എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ അതിന്റെ ഇൻസ്ട്രുമെന്റേഷൻ അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്കുള്ള ആ മേഖലകൾക്കുള്ള ഒരു വേക്കൻസി ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് കണ്ടിരിക്കുന്നത്. അതിൽ B1 70ഉം B2 20 ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. പോസ്റ്റ് നെയിം എന്ന് പറയുന്നത് രണ്ടിന്റെയും എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. അപ്പൊ ഇതിലേക്ക് സാധാരണ നമ്മുടെ SC/STക്കും OBCക്കും എക്സ് സർവീസ്മാനൊക്കെ ഗവൺമെന്റ് റൂൾ പ്രകാരമുള്ള എല്ലാ ഏജ് റിലാക്സേഷനും പോസ്റ്റ് റിസർവേഷനും ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന SC/ST OBC എക്സ് സർവീസ്മാനൊക്കെ എന്ത് ചെയ്യണം, അവർക്ക് അത് ക്ലെയിം ചെയ്യണമെങ്കിൽ അവര് അതാണ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ പെട്ടതാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. SC/ST ആണെങ്കിലും OBC ആണെങ്കിലും OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അതിന്റെ ഫോർമാറ്റ് ഒക്കെ ഇതിലുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് അവരെടുത്ത് വേണ്ടത്. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്നത് 3 വർഷത്തെ ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഏതൊക്കെ ഡിസിപ്ലിൻ ആണെന്ന് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. മെക്കാനിക്കൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഓർ റേഡിയോ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾ 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, മിനിമം നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് മിനിമം നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഈ പറയുന്ന ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഈ പറഞ്ഞിരിക്കുന്ന SC/ST OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ടോട്ടൽ പെർസെന്റേജ് 55% മതി. ഓക്കെ, അവർക്കൊരു റിലാക്സേഷൻ ഉണ്ട്. ഇനി ഇവിടെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്, അതായത് എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞവർക്കും
എന്താണ് മുകളിൽ പറഞ്ഞ ഇതേ ഡിസിപ്ലിനിൽ തന്നെ ഏതെങ്കിലും പോരാ, മുകളിൽ പറഞ്ഞിരിക്കുന്ന ഇതേ ഡിസിപ്ലിനിൽ തന്നെ എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിന് യാതൊരുവിധ തടസ്സവുമില്ല. അതായത് ബി ഓർ ബിടെക് ഈ യാതൊരു ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനിൽ ബി ഓർ ബിടെക് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊക്കെ എടുത്ത് പറയുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇനി അതല്ലെങ്കിൽ മറ്റൊരു രീതി എന്ന് പറയുന്നത് ഈ പറയുന്ന AME ഡിപ്ലോമ, അതായത് ഈ പറയുന്ന എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയും. ഓക്കെ, അതായത് AME ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അതും അല്ലെങ്കിൽ എക്സ് സർവീസ്മാന് നിശ്ചിതമായുള്ള കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്, അവർക്ക് അപ്ലൈ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിക്കാവുന്നതാണ്. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇന്ത്യൻ നേവി നടത്തുന്ന ഈ പറയുന്ന 4 വർഷത്തെ കോഴ്സ്, അതായത് ഡിപ്ലോമ കോഴ്സ് എയർക്രാഫ്റ്റ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്, ഇത് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മൾ ഇത്രയാണ് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കണ്ടീഷനും പാടെ അതിന്റെ കൂടെ നമുക്ക് വേണം. അറ്റ്ലീസ്റ്റ് 1 ഇയർ നമുക്ക് എന്താണ് ഈ പറയുന്ന ഏവിയേഷനുമായിട്ടുള്ള എക്സ്പീരിയൻസ്, നമുക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അറ്റ്ലീസ്റ്റ് 1 ഇയർ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ഏവിയേഷനിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് കേട്ട് ഇത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ജസ്റ്റ് വീഡിയോ ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് പോകണ്ട. കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ ഇനിയും നോട്ടിഫിക്കേഷൻ ഇതുപോലെ വരും. അപ്പൊ ആ സമയത്തേക്ക് എന്തൊക്കെയാണ് ഇനി മറ്റു കാര്യങ്ങൾ, നമ്മൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ, ഏജ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും മെയിൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്, അതായത് ഈ പറയുന്ന RTR ലൈസൻസ് എന്ന് പറയുന്നുണ്ട്. എന്താണ് RTR ലൈസൻസ് എന്ന് പറയാം. അപ്പൊ RTR ലൈസൻസ് വേണ്ട, ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് RTR ലൈസൻസിന്റെ ആവശ്യമില്ല. എങ്കിലും RTR ലൈസൻസ് ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന കൊടുക്കുമെന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് RTR ലൈസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എടുത്തു വെക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. RTR ലൈസൻസ് എന്ന് പറയുന്നത് റേഡിയോ ടെലിഫോണി റെസ്ട്രിക്റ്റഡ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് RTR ലൈസൻസ് കൊടുക്കുന്നത് നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്, നമ്മുടെ കേന്ദ്ര സർക്കാർ ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ എന്താ നിശ്ചിതമായിട്ടുള്ള എക്സാമിനേഷൻ ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടാണ് അത് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ പൈലറ്റിനും എന്താണ് ഈ ഒരു ലൈസൻസ് നിർബന്ധമാണ്. എല്ലാ പൈലറ്റിനും ഈ ഒരു ലൈസൻസ് നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ എയർക്രാഫ്റ്റിലുള്ള കമ്മ്യൂണിക്കേഷൻ ആ ഒരു എക്യുപ്മെന്റും അതുപോലെ തന്നെ ആ ഒരു എല്ലാവിധ റേഡിയോ ഫ്രീക്വൻസി ഒക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന RTR ലൈസൻസ് വേണം. ഓക്കെ, അപ്പോ ഈ പറയുന്ന RTR ലൈസൻസ് എടുത്തു വെക്കുന്നത് നല്ലതാണെന്നാണ് നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുള്ളവർക്ക് ഒരു മുൻഗണന അവർ കൊടുക്കും ഇന്റർവ്യൂവിന്റെ സമയത്ത്. അപ്പൊ ഇതില്ലെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ പറയുന്ന ഡിപ്ലോമയും 1 വർഷത്തെ എക്സ്പീരിയൻസും മിനിമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അപേക്ഷ നൽകാം. RTR ലൈസൻസ് നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ അവർക്കൊരു മുൻഗണന അവർക്ക് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എല്ലാം ഈ 1 ഫെബ്രുവരി 2023 അത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 37 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അതായത് ജനറൽ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 37 വയസ്സ് വരെ അപേക്ഷ നൽകാം. ഇതൻ OBC ആണെങ്കിൽ അവർക്ക് 40 വയസ്സ് വരെ അപേക്ഷ നൽകാം. SC/ST ആണെങ്കിൽ 42 വയസ്സ് വരെ അപേക്ഷ നൽകാം. ഓക്കെ, പിന്നെ എക്സ് സർവീസ്മാന് നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് മന്ത്ലി ഒരു സാലറി 28,000 മുതൽ നമുക്ക് 36,000 എന്നുള്ള ഒരു എമൗണ്ടിലായിരിക്കും നമുക്ക് മന്ത്ലി സ്റ്റാർട്ടിംഗ് എമൗണ്ട് നമുക്ക് ലഭിക്കുക. പിന്നെ നമുക്ക് ഇതിന്റെ പീരീഡ് ഓഫ് കോൺട്രാക്ട് ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഇനിഷ്യലി 5 വർഷത്തേക്കാണ് ഇതിന്റെ ആ ഒരു കരാറ്. അത് കഴിഞ്ഞ് വീണ്ടും എന്താണ് 5 വർഷത്തേക്ക് അത് പുതുക്കി തരാവുന്നതാണ് പറയുന്നുണ്ട്. സെലക്ഷൻ പ്രൊസീജിയർ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രീ എംപ്ലോയ്മെന്റ് മെഡിക്കൽ എക്സാമിനേഷൻ നിങ്ങൾ ഞെട്ടണ്ട, നമ്മൾ മെഡിക്കലി ഫിറ്റ് ഓർ അൺഫിറ്റ് അത് ചെക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ്. ആദ്യം നമുക്ക് ഇന്റർവ്യൂ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ജനറൽ കണ്ടീഷൻ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും പറയുന്നുണ്ട്, നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും തിരുവനന്തപുരം അല്ലെങ്കിൽ അതർ ഇതുമായി ബന്ധപ്പെട്ടുള്ള എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡിന്റെ മറ്റു സ്റ്റേഷനിലൊക്കെ ആയിരിക്കും. പ്രധാനമായിട്ടും ഇതിന്റെ ഒരു പൊസിഷൻ നിലവിൽ നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇതെന്താണ് ഓൾ ഇന്ത്യ ലെവലിൽ നമുക്കത് ട്രാൻസ്ഫറബിൾ ആണെന്ന് പറയുന്നുണ്ട്. നമ്മൾ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറായിരിക്കണം. ഇനി SC/ST കാൻഡിഡേറ്റ്സിന് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പറയുന്ന ബസ് ഫെയർ അല്ലെങ്കിൽ റെയിൽ ഫെയർ ഒക്കെ അവർക്ക് ലഭിക്കും. ഓക്കെ, അതായത്
ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട്. ഓക്കെ, അതായത് അവർ താമസിക്കുന്ന 80 കിലോമീറ്റർ, അതായത് ഇന്റർവ്യൂ നടക്കുന്ന ആ ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നതിന്റെ 80 കിലോമീറ്റർ അപ്പുറത്തായിരിക്കണം എന്നുള്ള കണ്ടീഷനൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് നിശ്ചിതമായിട്ടുള്ള ആ ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ, ഇന്റർവ്യൂവിന്റെ സമയത്ത് അവർക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ആ നിശ്ചയമായുള്ള യാത്രയുടെ ചെലവ് അവർക്ക് കിട്ടും. അതായത് യാത്രാ ടിക്കറ്റ് അവർ കാണിക്കണം. ഓക്കെ, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെ. ഇനി എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈൻ ആയിട്ടും അപ്ലൈ ചെയ്യണം. അതായത് ഓൺലൈൻ ആയിട്ട് ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. അതായത് അതിന്റെ ലിങ്ക് നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ ഇതാണ് ഗൂഗിൾ ഫോം, എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡ്, TRV എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഏത് പോസ്റ്റിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ചൂസ് ചെയ്യാം. എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ B1 ആണോ B2 ആണോ ഏതായാലും നിങ്ങൾ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഫുൾ നെയിം കൊടുക്കാം. നിങ്ങൾ ഇവിടെ ഫോട്ടോ, റീസെന്റ് ആയിട്ടുള്ള ഒരു കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പിന്നെ ഏജ് നിങ്ങൾ ഇവിടെ കൊടുക്കുക. ബർത്ത് പ്ലേസ് ഓർ സ്റ്റേറ്റ്, എവിടെയാണ് ഏത് സ്റ്റേറ്റിലാണ് നിങ്ങൾ ജനിച്ചാൽ കൊടുക്കുക. ജെൻഡർ കൊടുക്കുക. നാഷണാലിറ്റി, കമ്മ്യൂണിക്കേഷൻ അഡ്രസ് കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുക. ഇമെയിൽ ID കൊടുക്കുക. SC ST ജനറൽ ഏതാണ് ഇതിലെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എക്സ് സർവീസ്മാൻ ആണോ ചോദിക്കുന്നുണ്ട്, ആണെങ്കിൽ ആണ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ ഗവൺമെന്റോ സെമി ഗവൺമെന്റ് ഇങ്ങനെയുള്ള ഓട്ടോണമസ് ബോഡിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. ഓക്കെ, പിന്നെ അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ പറയുന്ന SSC എന്ന് പറയുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. പാസിംഗ് ഇയർ ഇതൊക്കെ കൊടുക്കാം. പിന്നെ HSC ആണെങ്കിലും അതിന്റെ എന്താണ് ഈ പറയുന്ന പാസിംഗ് ഇയർ അല്ലെങ്കിൽ നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ പഠിച്ചതൊക്കെ നമുക്ക് അതിന്റെ കൂടെ കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ പറയുന്ന ഏത് ഡിപ്ലോമ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്, അത് കൊടുക്കാൻ നിങ്ങൾ ഡിപ്ലോമ ഏതാ കഴിഞ്ഞ വെച്ചാൽ. ഇനി ഏതെങ്കിലും മറ്റു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്. വർക്ക് എക്സ്പീരിയൻസ് 0 to 1 year കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നിർബന്ധമാണ് ഇത് കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഏത് കമ്പനിയിലാണ് നമ്മൾ വർക്ക് ചെയ്തത് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പ്ലേസ് ഓഫ് പോസ്റ്റിംഗിന്റെ ആ ഒരു പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. മിനിമം 3 എണ്ണം കൊടുക്കണം. കൊച്ചിയാണോ കാലിക്കറ്റാണോ അത് എവിടെയാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഏത് എയർപോർട്ടിലാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അങ്ങനെ അത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ സബ്മിറ്റ് ഡിക്ലറേഷൻ യെസ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ സബ്മിറ്റ് കൊടുക്കാം. അതാണ് വേണ്ടത്, ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ലിങ്ക് നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും, അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണെന്ന് വെച്ചാല് നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം, അപേക്ഷാ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യണം. അത് ഞാൻ പറയാം. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് 1000 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. ഓക്കെ, വലിയ ഫീ ആണ്. അപ്പൊ ഇത് നമ്മൾ ഒരു DD എടുക്കണം. അതായത് ഫേവർ ഓഫ് നമ്മൾ ഈ പറയുന്ന AA എഞ്ചിനീയറിംഗ്, ഞാൻ ഈ ഒരു കളർ മാറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഫേവർ ഓഫ് കൊടുക്കേണ്ടത്. AA എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡ് എന്ന് കൊടുക്കുക. പേബിൾ അറ്റ് ന്യൂഡൽഹി കൊടുക്കണേ. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അപേക്ഷ ഈ പറയുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യണം അതിന്റെ ഒറിജിനല്. ഓക്കെ, നമ്മൾ സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ സമയത്ത് അതിന്റെ ഒറിജിനൽ DD നമ്മൾ അവിടെ കൊടുക്കണം. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ ഈ ഒറിജിനൽ DDയുടെ ആ ഒരു പിൻവശം ഉണ്ടാവുമല്ലോ, ബ്ലാങ്ക് ആയിട്ടുള്ള ആ ഒരു വശം ഉണ്ടാവുമല്ലോ, റിവേഴ്സ് സൈഡ്, അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫുൾ നെയിം, മൊബൈൽ നമ്പർ, ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ അത് കൊടുക്കണം. ഓക്കെ, അതിന്റെ റിവേഴ്സ് സൈഡിൽ നിങ്ങൾ അത് എഴുതണം, ബ്ലാങ്ക് ആയിട്ട്. DDയുടെ ഫ്രണ്ടിലല്ല, ബാക്കിൽ നിങ്ങൾക്ക് ഒഴിഞ്ഞ സ്ഥലത്താണ് ഇതൊക്കെ എഴുതേണ്ടത്. ഓക്കെ, SC ST എക്സ് സർവീസ്മാൻ യാതൊരുവിധ ഫീസും കൊടുക്കേണ്ടതില്ല. ഓക്കെ, ഇനി ലാസ്റ്റ് ഡേറ്റ് ആണ് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് March 3 ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ അവർ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഇന്റർവ്യൂവിന് വിളിക്കും. ഓക്കെ, അപ്പൊ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ അവർ നമ്മളെ ഇന്റർവ്യൂവിന് വിളിക്കും. ആ സമയത്ത് നമ്മൾ ഇന്റർവ്യൂവിന് പോയാൽ മതി. അപ്പോൾ ഇന്റർവ്യൂ നടക്കുന്ന ഏകദേശ ഡേറ്റ് March 7 മുതൽ March 9 വരെയാണ്. ഓക്കെ, March 7 മുതൽ ഏകദേശം ഡേറ്റ് ആണ്, ചിലപ്പോൾ മാറാം. March 7 മുതൽ March 9 വരെയാണ്. 9:30 AM മുതൽ 5:30 PM വരെയാണ് അതിന്റെ ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യും, അവർ ഇൻഫോം ചെയ്യും. അത് നമുക്ക് എന്താണ് ഈ പറയുന്ന ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഫോൺ കോൾ വഴിയോ ആയിരിക്കും. പ്രത്യേകം നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള ഇമെയിലും ഫോൺ നമ്പറൊക്കെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് കൊടുക്കുക. അപ്പൊ ഇന്റർവ്യൂവിന്റെ വെന്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ പറയുന്ന ഇതാണ് അഡ്രസ്, തിരുവനന്തപുരമാണ്. ഓക്കെ, അപ്പോ ഈ പറയുന്ന ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ സമീപത്തായിരിക്കും. ഓക്കെ, ഫുൾ അഡ്രസ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇന്റർവ്യൂ പ്ലേസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അപേക്ഷാ ഫോം ഉണ്ട്. ആ അപേക്ഷാ ഫോമിൽ നമ്മൾ എന്ത് ചെയ്യണം, റീസെന്റ് ആയിട്ടുള്ള കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കണം. ഓക്കെ, അത് നീറ്റ് ആയിട്ട് നമ്മൾ അതിൽ ഒട്ടിക്കണം. 3 മാസത്തിന്റെ ഉള്ളിലത്തെ ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഈ അപേക്ഷാ ഫോമിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം എന്ത് ചെയ്യണം, ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. അപേക്ഷാ ഫോമിന്റെ കൂടെ നമ്മൾ എന്തൊക്കെ സബ്മിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ ക്വാളിഫിക്കേഷന്റെ എല്ലാ സർട്ടിഫിക്കറ്റിന്റെ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പിയും, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, SC ST OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ, EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ അതത് സർട്ടിഫിക്കറ്റുകൾ എന്ത് ചെയ്യണം, നമ്മൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, EWS ആണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് അവരെന്ത് ചെയ്യണം, അവിടെ സബ്മിറ്റ് ചെയ്യണം. അതിന്റെയൊക്കെ ഫോട്ടോസ്റ്റാറ്റ്, സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഫോട്ടോസ്റ്റാറ്റ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇനി അപേക്ഷാ ഫോം ഞാൻ കാണിക്കാം. ഇതാണ് അപേക്ഷാ ഫോം. ഇത് നിങ്ങൾ നല്ല നീറ്റായിട്ട് A4 ഷീറ്റിലേക്ക് എന്ത് ചെയ്യണം, പ്രിന്റ് എടുക്കണം. ഓക്കെ, ഇവിടെ ഓഫീസ് യൂസ് ആണ്. ഇവിടെ നമ്മൾ ഒന്നും ചെയ്യേണ്ട. ഇവിടുന്ന് മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പൊ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ഫുൾ ആയിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഈ പറയുന്ന എയർക്രാഫ്റ്റ് B1, എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ B2 എന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങൾ വെച്ചാൽ നിങ്ങൾക്ക് അത് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടും വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ തോന്നുന്നു. അപ്പോൾ ഇതിന്റെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകം ഇവിടെ സ്റ്റാർ ഇട്ടിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർ കാണാം. അപ്പോൾ ഇത് നമുക്ക് എന്താണ് അപ്ലിക്കബിൾ അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കി വിടാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ബാക്കി വിടാൻ കുഴപ്പമൊന്നുമില്ല. ഇവിടെ എന്ത് ചെയ്യാം, ഒരു റീസെന്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുക, എന്നിട്ട് അതിന്റെ മുകളിലൂടെ ഒന്ന് സൈൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ ഫുൾ നെയിം, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഫോം ഫില്ലിംഗ് കാര്യങ്ങളാണ്. നമ്മുടെ അഡ്രസ് ഒക്കെ ഇവിടെ ഫില്ല് ചെയ്യാം. ഇതിൽ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും കാണുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കമന്റ് സെക്ഷനിൽ. നമ്മുടെ SSLCയുടെ സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് മുതൽ നിങ്ങളുടെ ഡിപ്ലോമ അതുവരെ നമ്മൾ ഫില്ല് ചെയ്ത് വരിക. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് കോഴ്സ് ഒക്കെ നിങ്ങൾ കഴിഞ്ഞു വരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, നിർബന്ധമില്ല. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് അങ്ങനെ കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്ലോമ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോ അതോടൊപ്പം തന്നെ ഏതൊക്കെ ലാംഗ്വേജസ് നിങ്ങൾക്ക് അറിയാം അത് നിങ്ങൾ ടിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഈ പറയുന്ന ഇംഗ്ലീഷ് റീഡ് ചെയ്യാൻ കൊടുക്കാം, സ്പീക്ക്, റൈറ്റ്, ദെൻ എന്തെങ്കിലും റിമാർക്സ് ഉണ്ട് എഴുതാവുന്നതാണ്. ഓക്കെ, പിന്നെ അവിടുത്തെ നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണല്ലോ, അപ്പൊ അത് നിങ്ങൾക്ക് അങ്ങനെ ടിക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ മദർ ടങ് ഏതാ വെച്ചാൽ അത് കൊടുക്കാൻ നിങ്ങൾക്ക് മലയാളം അതിവിടെ എഴുതാവുന്നതാണ്, മലയാളം എന്നുള്ളത്. അതിൽ ഏതെങ്കിലും ലാംഗ്വേജ് ആണെങ്കിൽ അത് കൊടുക്കാം, ഹിന്ദി ആണെങ്കിൽ അത് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ടിക്ക് ചെയ്താൽ മതി. പിന്നെ വർക്ക് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ കമ്പനി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൂടെ കൊടുക്കണം. പിന്നെ നിങ്ങൾ ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ നമ്മൾ DD എടുത്തിന്റെ ഏത് ബാങ്കിൽ നിന്നാണ് DD എടുത്ത് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അഡ്രസ് എടുക്കണം. ആ നമ്മുടെ എടുത്ത ബാങ്ക് ഉണ്ടല്ലോ, നമ്മൾ എടുത്ത ബാങ്കിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഏത് ബാങ്കിൽ നിന്നാണ് നമ്മൾ DD എടുത്ത് വെച്ചാൽ അതിന്റെ ഫുൾ അഡ്രസ്, ബ്രാഞ്ച് നെയിം ഇതൊക്കെ കൊടുക്കുക. ഇഷ്യൂ ചെയ്ത ഡേറ്റ്, DD എടുത്ത ഡേറ്റ് കൊടുക്കുക, ഡിമാൻഡ് ഡ്രാഫ്റ്റ് നമ്പർ കൊടുക്കുക, എമൗണ്ട് 1000. ഓക്കെ, ഡിക്ലറേഷൻ നിങ്ങളുടെ പ്ലേസ്, പ്രദേശത്തിന്റെ പേര് എഴുതാം, അതായത് നിങ്ങളുടെ സിറ്റിയുടെ പേര് എഴുതാം, ഡേറ്റ് എഴുതാം, സിഗ്നേച്ചർ. ഓക്കെ, അപ്പോ ഇതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പ്രിന്റ് ഔട്ട് എടുക്കണം. അതിനുശേഷം ഈ ഒരു ഭാഗവും നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കണം. ഓക്കെ, ഇതിന്റെ ചെക്ക് ലിസ്റ്റ് ആണ്. അപ്പോൾ ഈ ഭാഗവും നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അപേക്ഷയോട് കൂടെ സമർപ്പിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിൽ ടിക്ക് ചെയ്യണം. അപേക്ഷയോട് കൂടെ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഇതിൽ ടിക്ക് ചെയ്യണം. അപ്ലിക്കേഷൻ ഫീ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണെങ്കിൽ, അതായത് SC/ST അല്ലാത്ത ഈ പറയുന്ന ജനറൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ ടിക്ക് ചെയ്യണം. അവർക്ക് അപ്ലിക്കേഷൻ ഫീ ആവശ്യമാണ്. അതിൽ അവർ ഡിമാൻഡ് ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ 3 റീസെന്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ 10ാം ക്ലാസ്സിൽ, അപ്പൊ അത് നിങ്ങൾ ടിക്ക് ചെയ്യണം. എല്ലാ ഉദ്യോഗാർത്ഥികളും SSLC സർട്ടിഫിക്കറ്റ്, +2, അങ്ങനെ ഇതിൽ ആവശ്യമായുള്ള സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ടിക്ക് ചെയ്ത് അങ്ങനെ വിടണം. ഓക്കെ, അപ്പൊ ഈ ടിക്ക് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം. പിന്നെ ഈ പറയുന്ന എന്താ പറയുക, SC/ST കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന ബസ് ഫെയർ ഒക്കെ കിട്ടണമെങ്കിൽ അവർ ഈ ഫോമാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സെൻട്രൽ പർപ്പസിന് വേണ്ടി നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചാൽ മതി. ഇനി OBC ആണെങ്കിൽ OBC കാൻഡിഡേറ്റ്സ് തയ്യാറാക്കേണ്ട കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ മാതൃക ഇതിലുണ്ട്. ഇനി പറയുന്ന EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിന്റെ മാതൃക ഇതാണ്. അപ്പൊ ഈ PDF ലിങ്ക് ഞാൻ തരാം. ഓക്കെ, നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ തരാം. നിങ്ങളൊന്ന് എന്താണ് ആദ്യം ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അതിനുശേഷം ഇത് ഫില്ല് ചെയ്ത് റെഡിയാക്കി വെക്കാം. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ പറയുന്ന എന്ത് വരും, ഈ പറയുന്ന മെയിലായിട്ടോ കോളായിട്ടോ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ വരും. ആ സമയത്ത് നിങ്ങൾ ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ പോവുക. ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളടുത്ത് എന്ത് വേണം, ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത്, ഇപ്പൊ നമ്മൾ അപേക്ഷാ ഫോം പറഞ്ഞല്ലോ, ഈ അപേക്ഷാ ഫോം കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് അപേക്ഷാ ഫോമും DD ഒക്കെ നിങ്ങളുടെ കയ്യിൽ വേണം. ഓക്കെ, അപ്പൊ 1000 രൂപയാണ് അപേക്ഷാ ഫീസ്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. മറ്റുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.